എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 2025 എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പുതുവത്സരത്തിൽ ഒരു പുതിയ ഗാർഡൻ കൂടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഗാർഡൻ്റെ മുറ്റം ഈ ബ്രിക്കറ്റായിരുന്നു വിരിച്ചിരുന്നത്. ഇത് 2013 വിരിച്ച ബ്രിക്കറ്റായിരുന്നു. ഒരു 3 വർഷം മുമ്പ് മുൻവശത്തെ PWD റോഡ് പൊക്കം കൂട്ടിയപ്പോഴേക്കും നമ്മുടെ മുറ്റം താന്നുപോയി. അപ്പോൾ റോഡിൽ നിന്നുള്ള അഴുക്കും വെള്ളവും ഇവിടേക്ക് ഒഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് മാറ്റി വേറെ ഇടേണ്ടി വന്നത്. ഇപ്പോൾ പുതിയ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോയാണ് ഇന്നത്തേത്. കൂടാതെ ഗേറ്റിൻ്റെ വെളിയിൽ റോഡ് സൈഡിൽ ഒരു ചെറിയ ലാൻഡ്സ്കേപ്പും ചെയ്തു. ഇത് 2000 വീട് വെച്ച സമയത്ത് 2 തെങ്ങിനെ സംരക്ഷിക്കാൻ വേണ്ടി മതിൽ ഉള്ളിലോട്ട് മാറ്റിക്കെട്ടിയതായിരുന്നു. ഇപ്പോൾ റോഡും കഴിഞ്ഞ് 3 മീറ്റർ ഒഴിച്ചിട്ടതിന് ശേഷം നമ്മുടെ സ്ഥലത്താണ് ഷോമതിൽ കെട്ടി ലാൻഡ്സ്കേപ്പ് ചെയ്തത്. കുറച്ച് ചെടിച്ചട്ടിയും പെയിൻറ്റ് ബക്കറ്റും ഒരേ കളറ് പെയിൻറ്റ് കൊടുത്ത് ആവശ്യമില്ലാത്ത കുറച്ച് ഇലച്ചെടികളും ബൊഗൈൻവില്ലയും പുറത്താക്കി. ഇതൊരു 4 മാസത്തിന് മുമ്പ് ലാൻഡ്സ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെടുത്ത വീഡിയോയാണ്. ചെടികളൊക്കെ നട്ടതിന് ശേഷം പുല്ലും വിരിച്ചു കൊടുത്തോ. ഇപ്പോൾ നന്നായി കിളിർത്ത് നല്ല പച്ചപ്പായിട്ടുണ്ട്. പേൾ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിന് കൂടുതൽ മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ലാത്ത ഒരു ഗ്രാസാണ്. അകത്ത് മതിലിനോട് ചേർന്ന് നന്നായി പൂത്തുകിടന്ന ഒരു ബൊഗൈൻവില്ല ഉണ്ടായിരുന്നു. മുള്ള് കാരണം അതിനെ വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ ബൊഗൈൻവില്ലയുടെ 2-3 കളർ വെളിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അകത്ത് വെയിൽ കുറവാണ്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. ഈ സൈഡിൽ പൂക്കളുടെ ഏരിയയാണ്. അത് ഒന്നും സെറ്റാക്കിയിട്ടില്ല. സെറ്റാക്കിയതിന് ശേഷം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ സൈഡിൽ ഇലച്ചെടികൾ മാത്രം കൊണ്ട് കളർഫുള്ളാക്കിയതാണ്. ഫ്രണ്ട് വശം മുഴുവനും സ്റ്റോൺ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ സ്റ്റോൺ വിരിക്കുന്നതും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് എന്നും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ കാട്ടിത്തരാം. 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് തുടങ്ങിയിട്ട്. അത് കാരണം എൻ്റെ ചെടിയൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം. ഇനി ഫ്രണ്ട് വശത്തുണ്ടായിരുന്ന ബ്രിക്കറ്റ് പൊളിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോയ ഒരു വീഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പുറകിൽ കുറച്ച് ഭാഗത്ത് ബ്രിക്കറ്റ് ഉണ്ടായിരുന്നതാണ്. അത് മൊത്തം പൊളിച്ച് രണ്ടാമത് വീണ്ടും വിരിച്ച് റീപെയിൻറ്റ് ചെയ്തെടുത്തതാണിത്. ഈ കാണുന്ന കിണർ ലാൻഡ് പൈപ്പിലെ വെള്ളം സ്റ്റോർ ചെയ്തിടുന്നതാണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ കിണർ. ചൂട് സമയത്ത് വെള്ളം കുറവാകുമ്പോൾ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ച് തുടങ്ങും. ഈ കാണുന്ന ഷെഡ് തേങ്ങ സ്റ്റോർ ചെയ്യുന്നതും പുകയെടുപ്പും കൂടാതെ വർക്ക് സൈറ്റിലെ സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വെക്കുന്നതുമാണ്. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്ന ഒരു തേങ്ങാപ്പരയാണിത്. പിന്നെ ഈ കാണുന്ന ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് ഇപ്പം പുതിയതായി പണിഞ്ഞതാണ്. നേരത്തെ അങ്ങ് കാണുന്ന ആ അരമതിലിൽ നിൽക്കുന്നിടത്തായിരുന്നു. അത് പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇവിടെ പുതിയൊരെണ്ണം വെച്ചത്. പുറത്തിതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് അധികവും.
ഇപ്പം എല്ലായിടത്തും എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ഉണ്ടെങ്കിലും നമുക്ക് വീട്ടുജോലിക്ക് വരുന്ന പണിക്കാർക്കൊക്കെ അത്യാവശ്യം വന്നാൽ അവർക്കൊന്ന് ഉപയോഗിക്കാനും, കൂടാതെ നമ്മുടെ വീടുകളിൽ സഹായം ചോദിച്ചു വരുന്നവർക്ക് പലരും ചോദിക്കാറുണ്ട് അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോയിക്കോട്ടെ എന്ന്. അവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. മഴ കഴിഞ്ഞ് പുരയിടം വൃത്തിയാക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. വെയിൽ കിട്ടാൻ വേണ്ടി വാഴയൊക്കെ കുറേ വെട്ടി നിരത്തി. ഈ അരമതിൽ നിന്നിടത്തായിരുന്നു നേരത്തെ ബാത്റൂം ആൻഡ് ടോയ്ലറ്റ്. അതിനപ്പുറത്ത് സെപ്റ്റിക് ടാങ്കാണ്. അതുകൊണ്ടാണ് ഈ അരമതിൽ കെട്ടി മറച്ചത്. സേഫ്റ്റിക് ടാങ്കിൻ്റെ പുറത്ത് നല്ല വെയിലുണ്ടായത് കാരണം നേരത്തെ ഞാൻ ചാക്കിൽ മണ്ണ് നിറച്ച് പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കുമായിരുന്നു. ആ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് സേഫ്റ്റിക് ടാങ്ക്. ഇവിടെ നല്ല വെയിലുള്ളത് കാരണം കുറച്ച് തക്കാളി തൈയൊക്കെ ചാക്കിൽ മണ്ണ് നിറച്ച് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ തോരനുള്ള പാവയ്ക്ക കൂടി പറിച്ചെടുക്കുകയാണ്. ഇത് അല്ലിനാരകം, കമ്പിളിമൂസ് എന്നൊക്കെ പറയുന്ന നാരകമാണ്. അത് 3 എണ്ണം പിടിച്ച് കിടപ്പുണ്ട്. ബാക്കി നിറയെ പൂത്തിട്ടുണ്ട്. ഇതുപോലെ ബ്രിക്കറ്റ് ഇടുന്നിടത്ത് ഒരു 2-3 വർഷം കഴിയുമ്പം നിറയെ പുല്ല് കയറി തുടങ്ങും. അപ്പോൾ പറിച്ചു മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുമ്പ പോലത്തെ പുല്ലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിഴുതെടുക്കാം. ഇതുപോലത്തേത് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലത്തെ ഷീറ്റ് നമ്മൾ അന്ന് വിരിച്ചതിന് ശേഷമാണ് അന്ന് ബ്രിക്കറ്റ് ഇട്ടത്. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ഷീറ്റിൻ്റെ പരുവം കാണിച്ചു തരാം. ഇവിടുത്തെ ബ്രിക്കറ്റെല്ലാം ഇളക്കി മാറ്റി ആ ഷീറ്റെല്ലാം പൊടിഞ്ഞ് ഈ പരുവമായി. അതാണ് ഇത്രയും പുല്ല് കയറാൻ കാരണം. പുറകുവശത്ത് ബ്രിക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ബ്രിക്കറ്റും ഇളക്കി മാറ്റിയിട്ട് ഇതുപോലെ ഷീറ്റ് വിരിച്ചു. ഇവിടെയും 12 വർഷത്തിന് മുമ്പ് ഷീറ്റ് വിരിച്ചിരുന്നതാണ്. അതെല്ലാം പൊടിഞ്ഞ് മണ്ണിനോട് ചേർന്നു. ഈ ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ബേബി മെറ്റൽ ഇട്ട് നിരത്തുന്നു. അതിന് മുകളിലാണ് ബ്രിക്കറ്റ് വിരിക്കുന്നത്. ഈ ഷീറ്റ് ഇടുന്നത് പുല്ല് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും 3 വർഷം കഴിയുമ്പോൾ വീണ്ടും പുല്ല് കയറി തുടങ്ങും. ഇത് ഫ്രണ്ടിൽ സ്റ്റോൺ വിരിച്ചതാണ്. ഇവിടെ ഷീറ്റ് വിരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ സിമൻ്റ് ഇട്ട് ഫില്ല് ചെയ്യുന്നു. വെള്ളം താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഹോളും ഇട്ട് കൊടുക്കുന്നു. ഈ ഗ്യാപ്പിലാണ് ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കട്ട് ചെയ്ത് ആണിയടിച്ച് പിടിപ്പിക്കുന്നത്. ഒറിജിനൽ ഗ്രാസ് മിക്കയിടത്തും ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അതിന് മെയിൻ്റെനൻസും ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസും സ്റ്റോണും ഒക്കെ വിരിച്ച് മുറ്റം അടിപൊളിയാക്കിയിട്ടുണ്ട്. കൂടാതെ പല കളറിലുണ്ടായിരുന്ന പോട്ടുകളൊക്കെ ഒറ്റ കളറാക്കി സെറ്റ് ചെയ്തു. ഇനിയും ബാക്കിയുണ്ട് പെയിൻ്റ് അടിക്കാൻ. ഇനി ഇപ്പുറത്തെ സൈഡിൽ അലങ്കോലമായി കിടക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ പോട്ട് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. പുറത്ത് സെറ്റ് ചെയ്യുന്ന എല്ലാ പോട്ടും ചെങ്കല്ല് കളർ കൊടുത്തു മാറ്റുകയാണ്. ഇത് ഏറ്റവും ടോപ്പിൽ ഓടിനടിക്കാൻ വാങ്ങിയ പെയിൻറ് മിച്ചം വന്നതാണ്. അതും വെറുതെ കളഞ്ഞില്ല, ഉപകാരപ്രദമാക്കിയെടുത്തു. ഇപ്പോൾ സൂപ്പറായിട്ടില്ലേ? ഇതിൽ പെയിൻറ് ബക്കറ്റും ഉണ്ട്. അതും കളഞ്ഞില്ല, പോട്ടാക്കി ഉപയോഗിക്കാം. ഇനി ഈ ലൊക്കേഷനിലായിരിക്കും എൻ്റെ ഗാർഡൻ വീഡിയോസുകളൊക്കെ കിട്ടുന്നത്.
മതിലിന് മുകളിലും താഴെയും എല്ലാം ഒരേ കളറിലുള്ള പോട്ടും ഇലച്ചെടികളുമാണ് വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ് ഇട്ടേക്കണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാ ബൈ.